ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ലൂസിഫർ പള്ളി കാണാൻ പോവുകയാണ്. ഇടുക്കിയിലാണ് ഈ ചർച്ച ഉള്ളത്. ഉപ്പുതറയ്ക്കടുത്ത്, ഉപ്പുതറയിൽ നിന്നും ഏതാണ്ട് കുറച്ച് ഒരു 8-10 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഈ മനോഹരമായ പള്ളി കാണാൻ പറ്റുന്നത്. പോകുന്ന വഴികളിലെല്ലാം തന്നെ വളരെ പീസ്ഫുള്ളായിട്ടുള്ള, അതിനുപരിയായി വളരെ ഗ്രീനിഷായിട്ടുള്ള സ്ഥലങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തേയിലത്തോട്ടങ്ങളുടെ ഇടയിലാണ്. ഇതൊരു തേയില കമ്പനിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. തേയില കമ്പനികൾക്കിടയിൽ കൂടി, തേയിലത്തോട്ടങ്ങൾക്കിടയിൽ കൂടി കടന്നു ചെന്ന് കാണാൻ പറ്റുന്ന ഒരു നല്ല കിടിലൻ ലൊക്കേഷനാണ് ലൂസിഫർ ചർച്ച് എന്ന് പറയുന്നത്. ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ യാത്രയിലുടനീളം തന്നെ നല്ല ക്ലൈമറ്റ്, നല്ല ഗ്രീനറി, ഇതൊക്കെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് ലൂസിഫർ ചർച്ച് എന്ന് പറയുന്നത്. എന്താണ് ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഗോത്തിക് സ്റ്റൈൽ ഓഫ് ഫർണിഷിങ് അല്ലെങ്കിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷനാണ് ഈ പള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഗോത്തിക് സ്റ്റൈലിലുള്ള 3 പള്ളികളിൽ ഒരു പള്ളിയാണ് ഈ ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഈ സെൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ച് എന്ന് പറയുന്ന ഒരു ചർച്ച്. വളരെ പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ചെന്നെത്താൻ പോകുന്നത്. സോ ഈ ട്രാവലിൻ്റെ ഉടനീളം നമുക്ക് കാണാൻ പറ്റും മറ്റ് വാഹനങ്ങളോ വണ്ടികളോ ഒന്നുമില്ല, മറ്റാളുകളൊന്നും വരാത്ത ഒരു സ്ഥലമാണ്. ഇച്ചിരി അകത്തോട്ട് മാറിയുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെന്നെത്താത്ത അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള സ്ഥലമൊന്നുമല്ല. ഗൂഗിൾ മാപ്പ് ഇട്ട് പോയാൽ നമുക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് ചെന്നെത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സെൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ച് എന്നറിയപ്പെടുന്ന പള്ളി. പക്ഷേ ഒരു സിനിമയിൽ കൂടിയാണ്, ലൂസിഫർ എന്ന സിനിമയിൽ കൂടിയാണ് ഈ ലൊക്കേഷൻ വളരെ ഹിറ്റാകുന്നത്. മോഹൻലാലും മഞ്ജു വാര്യരും തമ്മിലുള്ള നല്ല സംഭാഷണത്തിൻ്റെ ഇടയിൽ കാണുന്ന ഈ പള്ളിയെ പരാമർശിച്ചുകൊണ്ടാണ് മോഹൻലാൽ ഈ സിനിമയിൽ പ്രധാനപ്പെട്ട ഡയലോഗ്സൊക്കെ പറയുന്നത്. നമുക്കൊന്ന് പോയി നോക്കാം. പള്ളി അടുത്ത് വരെ വണ്ടി ചെല്ലും, പള്ളിക്കുള്ളിലും വണ്ടി ചെല്ലും. ആ തരത്തിലുള്ള ഒരു ലൊക്കേഷനാണ്. നല്ല തണുപ്പാണ്. ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് പോകുന്നത്. ഇപ്പോൾ ഒരു സമയം 5-5:30 ആയിട്ടുണ്ട്. സോ 5:30 ആയ സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. അതുകൊണ്ട് വളരെ പീസ്ഫുള്ളാണ്. മഴക്കാലത്തുള്ളത് കൊണ്ട് ചെറിയ കോടമഞ്ഞുമൊക്കെ അടിച്ച് കിടക്കുന്ന നല്ലൊരു സമയമാണിത്. എനിവേ, നമുക്കൊന്ന് കണ്ടു നോക്കാം. പീരിമേഡ് ടീ ഫാക്ടറിയിൽ അധീനതയിലായിരുന്ന ഒരു സ്ഥലമായിരുന്നു ഇതിന് ചുറ്റുപാടും. എന്നാൽ അവിടെയുള്ള വളരെ വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതെഴുപ്പിച്ച ഒരു മനോഹരമായ ദേവാലയമാണ് ഈ ചർച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് സെൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ച്. സോ ഈ പള്ളിയുടെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് പ്രധാനമായും ഈ മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് സൈഡിൽ പോയി അതിൻ്റെ ഭാഗം ഒന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിന്നുള്ള പള്ളിയുടെ വ്യൂ എന്ന് പറയുന്നത്. എന്നാൽ മൂവി നമുക്ക് ഈ ഭാഗമാണ് കാണാൻ പറ്റുന്നത്. മൂവിയിൽ ഇവിടെ മോഹൻലാൽ ഇരുന്നുകൊണ്ട് ഇതിലെ ഒരു കലറിലാണ്, ബ്ലാക്ക് കളറുള്ള കലറിലാണ് മോഹൻലാൽ ഇരിക്കുന്നത്. ലൂസിഫർ സിനിമയിലെ അണിയറ പ്രവർത്തകരാണ് ഈ ചർച്ചിനെ റിനോവേറ്റ് ചെയ്തത്. ഈ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മരമാണ്. ഈ മരമാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. എന്നാൽ വളരെ പീസ്ഫുള്ളായി ഗ്രീനിഷായിട്ട് കാണുന്ന ഒരിടം കൂടിയാണിത്. സോ എനിവേ, നമുക്ക് വേഗം ചെന്നെത്താം. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമാണ്. നല്ല ക്ലൈമറ്റും നല്ലതാണ്. എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടപ്പെട്ടത് ആ പള്ളിയുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ഉണങ്ങിയ മരമാണ്. സോ ആ മരത്തിനൊരു പ്രത്യേക ഹൈലൈറ്റ് ഉണ്ട്. ആ ഷോട്ടിന് തീർച്ചയായിട്ടും ആ മരമാണ് അതിൻ്റെ ഒരു ഹൈപ്പ് കൊടുക്കുന്നത്. എനിവേ, നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും. മൊട്ടക്കുന്നുകളും വലിയ മലകളും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. എന്നാൽ തേയിലത്തോട്ടത്തിന് നടുവിലുള്ള ഒരു പള്ളിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എൻജോയ്.